ഹായ്, ഞാൻ ഐഷ ഷംസ്. വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലേവേഴ്സ് ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു സിമ്പിൾ ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ, കോഴിക്കോടൻ ചിക്കൻ മുളകിട്ടത്. ആദ്യം ചട്ടി എടുത്ത് വെച്ച് തക്കാളി ഇട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇട്ടിട്ട് ഉപ്പിടണം, വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, ചിക്കനും ഇടണം. പക്ഷേ എൻ്റെ അടുത്ത് ആ വീഡിയോ മിസ്സായിപ്പോയി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ള് പറയാം. ഉപ്പിട്ട് നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം കുറച്ചൊരു നുള്ള് ഗരം മസാല, ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത്ര മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും നമ്മൾ അതിനകത്ത് ചേർത്തിട്ട്. അപ്പം നാടൻ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ നല്ലോണം കുഴയ്ക്കണം, കൈകൊണ്ട് കുഴച്ചതിന് ശേഷം അത് അടുപ്പിൽ വെച്ചിട്ട് ആദ്യം നല്ല ഫ്ലെയിം കൊടുക്കുക. എന്നിട്ടത് നല്ലോണം തിളച്ച് വരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ചെറുതാക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല, നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഒക്കെ കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഫ്ലെയിം ചെറുതാക്കി കൊടുത്തിട്ട് ഈ ഫ്ലെയിമിനകത്ത് ഇത് വറ്റി വരണം. കുറച്ചൊന്നും കറിയായിട്ടുണ്ട്, പത്തിരിക്കുള്ള കറിയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയിൽ തൂമിച്ചിട്ട് ഒഴിക്കുക, ചെറിയ ഉള്ളി തൂമിച്ചൊഴിക്കുക. കരിവേപ്പിലൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മല്ലിയിലിടുക. വളരെ സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലേ ബട്ടനൊക്കെ ഒന്ന് അടിക്കുക. എന്നിട്ട് ഈ ചാനൽ നിങ്ങൾ വിജയിപ്പിക്കുക. അതുകൊണ്ട് വളരെ സിമ്പിളായ ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ സിമ്പിളാണത്. ഇതൊന്ന് ഞാൻ പറഞ്ഞ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്ക്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ ഈ കറി നമുക്ക് പത്തിരിയിലേക്കും ഒക്കെ പറ്റും, പൊരിച്ച പത്തിരിയൊക്കെ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.